വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ലേവ്യരുടെ പുസ്തകം 1-ാം അധ്യായം. കർത്താവ് മോശയെ വിളിച്ചു. അവിടുന്ന് സമാഗമ കൂടാരത്തിൽ നിന്ന് അവനോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലരോട് പ്രഖ്യാപിച്ച് നീ അവരോട് പറയുക, നിങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ കർത്താവിന് കാഴ്ചവസ്തു അർപ്പിക്കുമ്പോൾ മൃഗത്തിൽ നിന്നോ, അതായത് കാലിക്കൂട്ടത്തിൽ നിന്നോ ആട്ടിൻ പറ്റത്തിൽ നിന്നോ നിങ്ങളുടെ കാഴ്ചവസ്തു അർപ്പിക്കണം. അവന്റെ കാഴ്ചവസ്തു ഹോമയാഗമാണെങ്കിൽ കാലിക്കൂട്ടത്തിൽ നിന്ന് തികവുറ്റ ഒരു ആണിനെ ആയിരിക്കണം അവൻ സമർപ്പിക്കുന്നത്. കർത്താവിന്റെ സന്നദ്ധിയിൽ പ്രീതികരമാകുന്നതിന് അതിനെ സമാഗമ കൂടാരവാതിൽക്കൽ സമർപ്പിക്കട്ടെ. ഹോമയാഗ മൃഗത്തിന്റെ തലയിൽ അവൻ തന്റെ കൈ വയ്ക്കണം. അവനെ പ്രതി പരിഹാരത്തിനായി അത് അവിടത്തേക്ക് സ്വീകാര്യമായിരിക്കും. അവൻ കർത്താവിന്റെ സന്നദ്ധിയിൽ കിടാവിനെ അറക്കണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ രക്തം സമർപ്പിക്കണം. അവർ സമാഗമ കൂടാരവാതിൽക്കലുള്ള ബലിപീഠത്തിന്മേൽ ചുറ്റും രക്തം തളിക്കണം. ഹോമയാഗ മൃഗത്തെ തോലുരിഞ്ഞ് അതിനെ കഷ്ണങ്ങളായി മുറിക്കണം. പുരോഹിതനായ അഹ്റോന്റെ പുത്രന്മാർ ബലിപീഠത്തിന്മേൽ തീ കൂട്ടണം. അഗ്നിക്ക് മീതെ വിറകെടുക്കണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിന്മേലുള്ള അഗ്നിയുടെ മുകളിലെ വിറകുകളിൽ മേൽ മാംസകഷ്ണങ്ങളും തലയും കൊഴുപ്പും സജ്ജീകരിക്കണം. അതിന്റെ അന്തർഭാഗവും കാൽവണ്ണകളും വെള്ളം കൊണ്ട് അവൻ കഴുകണം. അനന്തരം പുരോഹിതൻ സകലതും ഹോമയാഗമായി ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള പരിമള സുഗന്ധാർപ്പണമാണത്. ആട്ടിൻ കൂട്ടത്തിൽ നിന്നാണ് അവന്റെ കാഴ്ചവസ്തുവെങ്കിൽ ഹോമയാഗത്തിനുള്ളത് ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ആയിരിക്കണം. അവൻ സമർപ്പിക്കുന്നത് തികവുറ്റ മുട്ടാടിനെ ആയിരിക്കണം. കർത്താവിന്റെ സന്നദ്ധിയിൽ ബലിപീഠത്തിന്റെ വലതുവശത്ത് അവൻ അതിനെ അറക്കണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അതിനെയും അതിന്റെ തലയും അതിന്റെ കൊഴുപ്പും അവൻ കഷ്ണങ്ങളായി മുറിക്കണം. ബലിപീഠത്തിന്മേൽ അഗ്നിക്ക് മീതെയുള്ള വിറകിന്മേൽ പുരോഹിതൻ അവ സജ്ജീകരിക്കണം. അന്തർഭാഗവും കാൽവണ്ണകളും അവൻ വെള്ളം കൊണ്ട് കഴുകണം. അനന്തരം പുരോഹിതൻ സകലതും സമർപ്പിച്ച് ബലിപീഠത്തിൽ ധൂമിക്കണം. അത് ഹോമയാഗമാണ്. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമള അർപ്പണം. കർത്താവിനുള്ള അവന്റെ കാഴ്ചവസ്തു പക്ഷിവർഗത്തിൽ നിന്നുള്ള ഹോമയാഗമാണെങ്കിൽ അവൻ തന്റെ കാഴ്ചവസ്തു ചെങ്ങാലികളിൽ നിന്നോ പ്രാവിൻ കുഞ്ഞുങ്ങളിൽ നിന്നോ കൊണ്ടുവരണം. പുരോഹിതൻ അതിനെ ബലിപീഠത്തിങ്കൽ കൊണ്ടുവരണം. അതിന്റെ തല പിരിച്ചെടുത്ത് ബലിപീഠത്തിൽ ധൂമിക്കണം. അതിന്റെ രക്തം ബലിപീഠ ഭിത്തിമേൽ ഊറ്റിയൊഴിക്കണം. അവൻ അതിന്റെ കണ്ടസഞ്ചി തുവലുകളോടൊപ്പം പറിച്ച് അത് ബലിപീഠത്തിന് സമീപം കിഴക്കോട്ട് നെയ്ചാര സ്ഥലത്തേക്ക് ഇടണം. അതിന്റെ ചിറകുകളോടൊപ്പം അവൻ അതിനെ കീറണം, എന്നാൽ വേർപെടുത്തരുത്. പുരോഹിതൻ അതിനെ അഗ്നിക്ക് മേലുള്ള വിറകുകളിൽ മേൽ ബലിപീഠത്തിൽ ധൂമിക്കണം. അത് ഹോമയാഗമാണ്. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം. ലേവ്യരുടെ പുസ്തകം 2-ാം അധ്യായം. ഒരാൾ കർത്താവിന് ധാന്യകാഴ്ച അർപ്പിക്കുമ്പോൾ നേരിയ മാവ് ആയിരിക്കണം അവന്റെ കാഴ്ചവസ്തു. അവൻ അതിന്മേൽ എണ്ണ ഒഴിക്കണം. അതിന്മേൽ കുന്തിരിക്കമിടുകയും വേണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ പക്കൽ അവൻ അത് കൊണ്ടുചൊല്ലണം. അവിടെ വച്ച് പുരോഹിതൻ അതിന് നേരിയ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കുന്തിരിക്ക മുഴുവനോടും കൂടെ തന്റെ കൈപ്പിടി നിറയെ കോരി അതിന്റെ സ്മരണാംശമായി ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമാണത്. ധാന്യയാഗത്തിൽ നിന്ന്, കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് അതിവിശുദ്ധ വസ്തുവായി ശേഷിക്കുന്നത് അഹ്റോനും അവന്റെ പുത്രന്മാർക്കും ഉള്ളതാണ്. അടുപ്പിൽ ചുട്ട ധാന്യകാഴ്ചയാകുമ്പോൾ എണ്ണ ചേർത്ത നേരിയ മാവിന്റെ പുളിപ്പില്ലാത്ത വടകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടകളുമായിരിക്കണം നീ കാഴ്ചവെക്കുന്നത്. ചട്ടിയിലുള്ള ധാന്യകാഴ്ചയാണ് നിന്റെ കാഴ്ചവസ്തുവെങ്കിൽ അത് എണ്ണ ചേർത്ത നേരിയ മാവിന്റെ പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം. അത് നീ നുറുക്കുകളായി മുറിച്ച് അതിന്മേൽ എണ്ണ ഒഴിക്കണം. അത് ധാന്യയാഗമാണ്. നിന്റെ കാഴ്ചവസ്തു വറച്ചട്ടിയിലെ ധാന്യയാഗമാണെങ്കിൽ എണ്ണ ചേർത്ത നേരിയ മാവ് നീ ഉപയോഗിക്കണം. ഇവ കൊണ്ട് കർത്താവിനായി പാകപ്പെടുത്തിയ ധാന്യയാഗം നീ കൊണ്ടുവന്ന് പുരോഹിതന്റെ പക്കൽ സമർപ്പിക്കണം. അവൻ അത് ബലിപീഠത്തിങ്കിലേക്ക് എത്തിക്കും. പുരോഹിതൻ ധാന്യയാഗത്തിൽ നിന്ന്
അതിൻ്റെ സ്മരണാംശം ഉയർത്തി ബലിപീഠത്തിൽ ധൂമിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമാണത്. ധാന്യയാഗത്തിൽ നിന്ന്, കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങളിൽ നിന്ന് അതിവിശുദ്ധ വസ്തുവായി ശേഷിക്കുന്നത് അഹ്റോനും അവന്റെ പുത്രന്മാർക്കുമുള്ളതാണ്. കർത്താവിന് നിങ്ങൾ കാഴ്ചവെക്കുന്ന ധാന്യ സമർപ്പണമൊന്നും പുളിപ്പ് ചേർത്ത് ഉണ്ടാക്കപ്പെടരുത്. എന്തെന്നാൽ തേനാകട്ടെ പുളിപ്പാകട്ടെ അതിൽ നിന്നൊന്നും കർത്താവിനെ നിങ്ങൾ അഗ്നിയിലുള്ള അർപ്പണമായി ധൂമിക്കാൻ പാടില്ല. ആദ്യഫല കാഴ്ച എന്ന നിലയിൽ അവ കർത്താവിന് നിങ്ങൾ സമർപ്പിച്ചു കൊള്ളുവിൻ. എന്നാൽ സുരഭില പരിമളമായി അവ ബലിപീഠത്തിങ്കിലേക്ക് ഉയരാതിരിക്കട്ടെ. നിന്റെ സകല ധാന്യ കാഴ്ചകളും ഉപ്പുകൊണ്ട് നീ ലവണം ചേർക്കണം. നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നിന്റെ ധാന്യയാഗത്തിൽ നിന്ന് നീ നീക്കം ചെയ്യരുത്. നിന്റെ ഓരോ കാഴ്ച വസ്തുവിലും നീ ഉപ്പ് സമർപ്പിക്കണം. ആദ്യഫലങ്ങളുടെ ധാന്യയാഗമാണ് കർത്താവിന് നീ കാഴ്ചവെക്കുന്നതെങ്കിൽ കതിർ തീയിലൊഴിഞ്ഞ് ഉതിർത്ത ധാന്യമണി നിന്റെ ആദ്യഫലങ്ങളുടെ ധാന്യയാഗമായി നീ കാഴ്ചവെക്കണം. അതിന്മേൽ നീ എണ്ണ ചേർക്കണം. അതിന്മേൽ കുന്തിരിക്കം ഇടുകയും വേണം. അതൊരു ധാന്യയാഗമാണ്. അതിൻ്റെ പൊടിയിൽ നിന്നും എണ്ണയിൽ നിന്നും അതിൻ്റെ സ്മരണാംശം കുന്തിരിക്കം മുഴുവനോടും കൂടെ പുരോഹിതൻ ധൂമിക്കണം. അത് കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണമാണ്. 69-ാം സങ്കീർത്തനം. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം കഴുത്തോളം എത്തിയിരിക്കുന്നു. അഗാധത്തിലെ ചേറ്റിൽ ഞാൻ താഴുന്നു. നിലയില്ലാതെയുമായിരിക്കുന്നു. നീർക്കയങ്ങളിൽ ഞാൻ എത്തിയിരിക്കുന്നു. പ്രവാഹം എന്നെ കവിഞ്ഞൊഴുകുന്നു. നിലവിളിച്ച് ഞാൻ തളർന്നു. എൻ്റെ തൊണ്ട വരണ്ടു. എൻ്റെ ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. അകാരണമായി എന്നെ വെറുക്കുന്നവർ എൻ്റെ തലമുടി ഇഴകളേക്കാൾ കൂടുതലാണ്. എന്നെ ഇല്ലായ്മ ചെയ്യുന്ന നുണയരായ എൻ്റെ ശത്രുക്കൾ പ്രബലരാണ്. മോഷ്ടിക്കാത്തത് ഞാൻ തിരിച്ചു കൊടുക്കണമെന്നോ? ദൈവമേ, എൻ്റെ ഭോഷത്വം അങ്ങ് അറിയുന്നു. എൻ്റെ അപരാധങ്ങൾ അങ്ങിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ല. സൈന്യങ്ങളുടെ കർത്താവായ നാഥ, അങ്ങയെ കാത്തിരിക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാതിരിക്കട്ടെ. ഇസ്രായേലിന്റെ ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാതിരിക്കട്ടെ. എന്തെന്നാൽ അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിക്കുന്നത്. അപമാനം എൻ്റെ മുഖം ആവരണം ചെയ്യുന്നതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനായി. എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും. എന്തെന്നാൽ അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങി. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിപതിച്ചു. എൻ്റെ ഉപവാസം കൊണ്ട് ഞാൻ കരഞ്ഞപ്പോൾ അത് എനിക്ക് നിന്ദനങ്ങളായി തീർന്നു. എൻ്റെ വസ്ത്രമായി ഞാൻ ചാക്കുടുത്തപ്പോൾ അവർക്ക് ഞാൻ ഒരു പഴമൊഴിയായി ഭവിച്ചു. കവാടത്തിങ്കിൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് അടക്കം പറയുന്നു. മദ്യപന്മാരുടെ പരിഹാസ ഗാനങ്ങളും. എന്നെ സംബന്ധിച്ചാകട്ടെ, കർത്താവേ, അങ്ങയോടുള്ള എൻ്റെ പ്രാർത്ഥനയാണ് പ്രസാദകാലം. ദൈവമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിൽ, അങ്ങേ രക്ഷയുടെ വിശ്വസ്തതയിൽ എനിക്ക് ഉത്തരമരുളണമേ. ചേറ്റിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ താണു പോകാതിരിക്കട്ടെ. എന്നെ വെറുക്കുന്നവരിൽ നിന്നും നീർക്കയങ്ങളിൽ നിന്നും ഞാൻ മോചിതനാകട്ടെ. ജലപ്രവാഹം എന്നെ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ. ആഴം എന്നെ വിഴുങ്ങാതിരിക്കട്ടെ. ഗർത്തം എൻ്റെ മേൽ വായി അടയ്ക്കാതിരിക്കട്ടെ. കർത്താവെ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ കാരുണ്യം ഉത്തമമാണല്ലോ. അങ്ങയുടെ ആർദ്രതാ സമൃദ്ധിക്ക് ചേർന്ന വിധം എൻ്റെ നേർക്ക് മുഖം തിരിക്കണമേ. അങ്ങയുടെ ദാസനിൽ നിന്ന് തിരുമുഖം മറയ്ക്കരുതേ. എനിക്ക് കഷ്ടതയായതിനാൽ വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ആത്മാവിനെ സമീപിച്ച് അതിനെ വീണ്ടെടുക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ പരിത്രാണം ചെയ്യണമേ. എൻ്റെ നിന്ദനവും ലജ്ജയും അപമാനവും അങ്ങ് അറിയുന്നു. എൻ്റെ എതിരാളികളെല്ലാം അങ്ങയുടെ മുമ്പിലുണ്ട്. നിന്ദനം എൻ്റെ ഹൃദയം തകർത്തു. ഞാൻ രോഗിയായി. ഇല്ലാത്ത സഹതാപത്തിനായി ഞാൻ കാത്തിരുന്നു, കണ്ടെത്താത്ത സമാശ്വാസകർക്കായും. അവർ എൻ്റെ ഭക്ഷണത്തിൽ വിഷം തന്നു. എൻ്റെ ദാഹത്തിന് അവർ എന്നെ വിനാഗിരി കുടിപ്പിച്ചു. അവരുടെ മുമ്പിലുള്ള മേശ കെണിയായി തീരട്ടെ. അവരുടെ സമാധാന യാഗങ്ങൾ കുരുക്കായി തീരട്ടെ. അവരുടെ കണ്ണുകൾ കാഴ്ചയില്ലാതായി ഇരുളടയട്ടെ. അവരുടെ അരക്കെട്ടുകൾ നിരന്തരം വിറകൊള്ളട്ടെ. അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ. അങ്ങയുടെ ഉഗ്രകോപം അവരെ ഗ്രസിക്കട്ടെ. അവരുടെ താവളം ശൂന്യമാകട്ടെ. അവരുടെ കൂടാരങ്ങളിൽ നിവാസി ഉണ്ടാകാതിരിക്കട്ടെ. എന്തെന്നാൽ അങ്ങ് പ്രഹരിച്ചവരെ അവർ പിന്തുടരുന്നു. അങ്ങ് മുറിവേൽപ്പിച്ചവരുടെ വേദനയെക്കുറിച്ച് അവർ പരസ്യം ചെയ്യുന്നു. അവരുടെ ശിക്ഷയ്ക്ക് മേൽ അങ്ങ് ശിക്ഷ നൽകണമേ. അങ്ങയുടെ നീതിയിലേക്ക് അവർ വന്നു ചേരാതിരിക്കട്ടെ. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവർ മായ്ക്കപ്പെടട്ടെ. നീതിമാന്മാരോടൊപ്പം അവർ അങ്കിതരാകാതിരിക്കട്ടെ. ഞാൻ അഗതിയും വേദനിക്കുന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ദൈവത്തിന്റെ നാമം ഞാൻ പാട്ടുപാടി സ്തുതിക്കും.
കൃതജ്ഞതാ ഗീതത്തോടെ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. കാളയേക്കാൾ കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ അത് കർത്താവിന് പ്രീതികരമായിരിക്കും. പീഡിതർ അത് കണ്ട് സന്തോഷിക്കട്ടെ. ദൈവാന്വേഷകരെ, നിങ്ങളുടെ ഹൃദയം സജീവമായിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് ദരിദ്രരുടെ നേർക്ക് ചെവി ചായ്ക്കുന്നവനാണ്. തന്റെ ബന്ധിതരെ അവിടുന്ന് നിന്ദാപാത്രമാക്കുകയില്ല. ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ ദൈവം സിയോനെ രക്ഷിക്കും, യൂദായുടെ നഗരങ്ങൾ പുതുക്കി പണിയും. അവർ അവിടെ വസിക്കുകയും അത് കൈവശമാക്കുകയും ചെയ്യും. അവിടുത്തെ ദാസരുടെ സന്തതികൾ അത് അവകാശമാക്കും. തിരുനാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ അശുദ്ധമായ കരങ്ങളോടെ, അതായത് ക്ഷാളനം നടത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഫരിസേയരും യഹൂദരുമെല്ലാം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും സ്വയം ശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കാറില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ ശ്രേഷ്ഠന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് നടക്കാതെ അശുദ്ധമായ കൈകൊണ്ട് അപ്പം ഭക്ഷിക്കുന്നത് എന്ത്? അവൻ അവരോട് പറഞ്ഞു, കപടനാട്ടിക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയും മാതാവിനെയും ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് അർപ്പിതം എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾ കൈമാറുന്ന നിങ്ങളുടെ പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ ശൂന്യമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. ജനക്കൂട്ടത്തെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്റെ വാക്കുകേട്ട് മനസ്സിലാക്കുവേൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് മനുഷ്യനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനക്കൂട്ടത്തെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് അവന്റെ ശിഷ്യന്മാർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളും ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരികയും മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ.